ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു 3 ദിവസത്തെ സന്ദർശനത്തിനായി ഈ മാസം 22-ന് കേരളത്തിലെത്തും. ശബരിമല ക്ഷേത്രത്തിൽ ദർശനം നടത്തും. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ശബരിമല വിഷയത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച ഹൈക്കോടതി വിധി സ്വാഗതം ചെയ്യുന്നതായി മന്ത്രി വി എൻ വാസവൻ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് മറ്റന്നാൾ മുതൽ മഴ ശക്തി പ്രാപിക്കും. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐക്യത്തോടെ അതുല്യമായി എന്ന സന്ദേശവുമായി ഇന്ന് ലോക സെറിബ്രൽ പാൾസി ദിനം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു 3 ദിവസത്തെ സന്ദർശനത്തിനായി ഈ മാസം 22-ന് കേരളത്തിലെത്തും. ഈ മാസം 24 വരെയാണ് സന്ദർശനം. ഇത് സംബന്ധിച്ച് രാഷ്ട്രപതി ഭവനിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് ഔദ്യോഗികമായി അറിയിപ്പ് ലഭിച്ചു. 22-ന് ഉച്ചയ്ക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുന്ന രാഷ്ട്രപതി ശബരിമലയിലേക്ക് പോകും. രാജ്ഭവനിൽ 23-ന് നടക്കുന്ന പരിപാടിയിൽ പങ്കെടുത്ത ശേഷം രാഷ്ട്രപതി കുമരകത്തേക്ക് പോകും. ഈ മാസം 24-ന് പാലായിലെ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം ശ്രീമതി മുർമു നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി ഡൽഹിക്ക് മടങ്ങും. ശബരിമലയിൽ തുലാം മാസ പൂജ തൊഴാൻ രാഷ്ട്രപതി ദ്രൌപദി മുർമു 22-ന് എത്തും. രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളിൽ വരും ദിവസങ്ങളിൽ തീരുമാനം ഉണ്ടാകും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. 22-ന് ഉച്ചയ്ക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു അന്നു വൈകിട്ട് ശബരിമലയിലെത്തി ദർശനം നടത്തും. സന്ദർശനം സംബന്ധിച്ച് രാഷ്ട്രപതി ഭവനിൽ നിന്ന് സർക്കാരിന് ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ദർശനശേഷം അന്നു തന്നെ സന്നിധാനത്ത് നിന്നും മലയിറങ്ങും. രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനവുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട മുന്നൊരുക്കങ്ങൾക്കായി വിവിധ വകുപ്പുകളുടെ യോഗം വരും ദിവസങ്ങളിൽ നടക്കും. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. ചോദ്യോത്തര വേള തടസ്സപ്പെടുത്തരുതെന്ന് സ്പീക്കർ നിർദ്ദേശിച്ചു. എങ്കിലും പ്രതിപക്ഷം ബഹളം തുടർന്നു. ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ നാളെ വീണ്ടും ചേരും. വിശദാംശങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി. ശബരിമല സ്വർണ്ണപ്പാളി വിവാദം സഭയിൽ ഉയർത്താൻ ചോദ്യോത്തരവേള മുതൽ തന്നെ പ്രതിപക്ഷം ശ്രമിച്ചിരുന്നു. ഇതേ തുടർന്ന് ചോദ്യോത്തരവേള സസ്പെൻഡ് ചെയ്തു. പിന്നീട് ശൂന്യവേള ആരംഭിച്ചപ്പോഴും പ്രതിഷേധം തുടരുകയായിരുന്നു. ബാനറുകളും പ്ലക്കാർഡുകളും ഉയർത്തി സ്പീക്കറുടെ ഡയസിനു മുന്നിൽ പ്രതിപക്ഷ മുദ്രാവാക്യം വിളികൾ തുടരവെ സഭയിൽ കാര്യപരിപാടികൾ തിടുക്കത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ഇതിനിടെ ഡിജിറ്റൽ സർവകലാശാല ബിൽ, സ്വകാര്യ കൈവശാവകാശ അധിക ഭൂമി ക്രമവൽക്കരണ ബിൽ, മലയാള ഭാഷാ ബിൽ, പൊതുസേവനാവകാശ ബിൽ, സർവകലാശാല ഭേദഗതി ബില്ലുകൾ എന്നിവ അവതരിപ്പിക്കുകയും ചർച്ച കൂടാതെ തന്നെ സബ്ജക്ട് കമ്മിറ്റികൾക്ക് വിടുകയുമായിരുന്നു. ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച ഹൈക്കോടതി വിധി സ്വാഗതം ചെയ്യുന്നതായി ദേവസ്വം മന്ത്രി വി എൻ വാസവൻ. കോടതി നിർദ്ദേശിച്ച അന്വേഷണ സംഘം വസ്തുത കണ്ടെത്തുമെന്നും അദ്ദേഹം നിയമസഭയ്ക്ക് പുറത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിയമസഭയിലെ ചോദ്യോത്തര വേള തടസ്സപ്പെടുത്തിയ പ്രതിപക്ഷ നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്നും ശ്രീ വി എൻ വാസവൻ പറഞ്ഞു. ശബരിമലയിൽ സ്വർണ്ണപ്പാളിയുടെ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട് നടന്നത് വളരെ ഗൌരവമുള്ള വിഷയമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും ദേവസ്വം ബോർഡും സർക്കാരും യാതൊരു ക്രിമിനൽ നടപടിയും ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം നിയമസഭയ്ക്ക് പുറത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. വിഷയം CBI അന്വേഷിക്കണമെന്നും ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും ശ്രീ വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ ഈ മാസം 14 വരെ പേര് ചേർക്കാൻ അവസരം. ഇതുവരെ 63,405 അപേക്ഷകളാണ് ലഭിച്ചത്. കരട് വോട്ടർ പട്ടിക എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ്, താലൂക്ക് ഓഫീസുകളിലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ sec.kerala.gov.in എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 25-ന് പ്രസിദ്ധീകരിക്കും. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരു കുട്ടിയെ കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലപ്പുറം സ്വദേശിനിയായ 6 വയസ്സുകാരിയാണ് ചികിത്സയിൽ ഉള്ളത്. നിലവിൽ 2 കുട്ടികളാണ് ചികിത്സയിൽ തുടരുന്നത്. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ നേതൃത്വത്തിൽ നിയമസഭാ അംഗങ്ങൾക്കായി സംഘടിപ്പിക്കുന്ന ജൈവ വൈവിധ്യ സംരക്ഷണ പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഉദ്ഘാടനം ചെയ്യും. ജൈവ വൈവിധ്യ സംരക്ഷണ പുരസ്കാരങ്ങൾ മുഖ്യമന്ത്രി വിതരണം ചെയ്യും. കേരള ജൈവ വൈവിധ്യ പരിപാലന കർമ്മ പദ്ധതി രേഖയും ചടങ്ങിൽ പുറത്തിറക്കും. പരിപാടിയുടെ ഭാഗമായി പുതുക്കിയ ജൈവ വൈവിധ്യ നിയമവും ചട്ടവും സംബന്ധിച്ച് MLA-മാരുമായി സമ്പർക്ക സദസ്സ് നടത്തും. പുതുതലമുറ GST പരിഷ്കാരങ്ങൾ ജമ്മുകാശ്മീരിന്റെ സമ്പദ് വ്യവസ്ഥയിൽ നിരവധി മാറ്റങ്ങൾ കൊണ്ടുവന്നു. ജമ്മുകാശ്മീരിൽ കരകൌശല വസ്തുക്കൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, ടൂറിസം, പ്രാദേശിക ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ GST 12% നിന്ന് 5% കുറച്ചത് ചെലവ് കുറയ്ക്കുന്നതിനും പ്രാദേശിക വ്യവസായങ്ങളെ കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കുന്നതിനും സഹായിക്കുന്നു.
ആലപ്പുഴ ചങ്ങനാശ്ശേരി AC റോഡിലെ പള്ളാത്തുരുത്തി പാലത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്നു മുതൽ ഗതാഗത നിയന്ത്രണം. രാത്രി 9 മണി മുതൽ നാളെ രാവിലെ 5 മണി വരെ പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. ചങ്ങനാശ്ശേരിയിൽ നിന്നും വരുന്ന വാഹനങ്ങൾ ചങ്ങനാശ്ശേരി പൂപ്പള്ളി ജംഗ്ഷൻ ചമ്പക്കുളം SN കവല ആലപ്പുഴ വഴിയും, ആലപ്പുഴയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ആലപ്പുഴ SN കവല ചമ്പക്കുളം പൂപ്പള്ളി ജംഗ്ഷൻ വഴിയോ അമ്പലപ്പുഴ തിരുവല്ല റോഡ് വഴിയോ പോകേണ്ടതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് ശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം. അടുത്ത മാസം 22-നാണ് നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്നത്. 243 അംഗ നിയമസഭയിലേക്കാണ് തിരഞ്ഞെടുപ്പ്. ഐക്യത്തോടെ അതുല്യമായി എന്ന സന്ദേശവുമായി ഇന്ന് ലോക സെറിബ്രൽ പാൾസി ദിനം. സെറിബ്രൽ പാൾസി ബാധിച്ചവരുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും അവബോധം വളർത്തുന്നതിനുമായാണ് ദിനാചരണം. ജനനത്തിന് മുൻപോ ജനന സമയത്തോ 2 വയസ്സിനകമോ രോഗാവസ്ഥ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ സൌമ്യ സുന്ദരം ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ചലനത്തെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗത്തുണ്ടാകുന്ന കേടുപാടുകൾ കാരണം സംഭവിക്കുന്ന ഒരു കൂട്ടം അവസ്ഥയാണ് സെറിബ്രൽ പാൾസി. സെറിബ്രൽ പാൾസിക്ക് സ്ഥിരമായ ഒരു മരുന്നില്ല. പക്ഷേ ശരിയായ റീഹാബിലിറ്റേഷൻ, ചികിത്സാ രീതികൾ, തെറാപ്പികൾ വഴി കുട്ടികളുടെ ശേഷികൾ വളരെയധികം മെച്ചപ്പെടുത്താം. അതിൽ പ്രധാനമായും ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, സ്പീച്ച് ലാംഗ്വേജ് തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, കോഗ്നിറ്റീവ് തെറാപ്പി, സോഷ്യൽ വർക്കർ എന്നിവയാണ് അടങ്ങുന്ന ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം മുഖേനയുള്ള റീഹാബിലിറ്റേഷൻ ചെയ്യുന്നതാണ് ഉത്തമം. സംസ്ഥാനത്ത് ബുധനാഴ്ച മുതൽ മഴ വീണ്ടും ശക്തി പ്രാപിക്കും. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മറ്റന്നാൾ മഞ്ഞ ജാഗ്രത നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയത്തിലെ പ്രതിഷേധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതി ഇന്ന് യോഗം ചേരും. വൈകിട്ട് തിരുവനന്തപുരത്താണ് യോഗം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഒരുക്കങ്ങളും ചർച്ചയാകും. നശാമുക്ത് ഭാരത് അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി ലഹരിക്കെതിരെ കായിക ലഹരി എന്ന ആശയത്തിൽ കോഴിക്കോട് നടത്തിയ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് സ്വദേശി ശരത് രവിയുമായുള്ള മത്സരത്തിൽ കളക്ടർ വിജയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 344 പോയിന്റ് നേട്ടത്തിൽ 81,522-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 99 പോയിന്റ് ഉയർന്ന് 24,992-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ വർധന. പവന് 1000 രൂപ വർദ്ധിച്ച് 88,560 രൂപയും ഗ്രാമിന് 11,070 രൂപയുമാണ് ഇന്നത്തെ വില. പ്രശസ്ത നാടക നടൻ വിജയൻ മലാപ്പറമ്പ് കോഴിക്കോട് അന്തരിച്ചു. കലിംഗ തിയേറ്റേഴ്സ് ഉൾപ്പെടെ നിരവധി നാടക ട്രൂപ്പുകളിൽ പ്രവർത്തിച്ച അദ്ദേഹത്തിന് സംസ്ഥാന സർക്കാരിന്റെ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ജയ്പൂരിലെ സവായ് മാൻസിംഗ് ആശുപത്രിയിലെ ട്രോമ സെന്ററിൽ തീവ്രപരിചരണ വിഭാഗത്തിലുണ്ടായ വൻ തീപിടുത്തത്തിൽ 6 മരണം. 11 രോഗികളെ പ്രവേശിപ്പിച്ച ട്രോമ ICUവിൽ ഇന്നലെയായിരുന്നു അപകടം. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്ന് അധികൃതർ അറിയിച്ചു. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതീവ ദുഃഖം രേഖപ്പെടുത്തി. IBSA ബ്ലൈൻഡ് ഫുട്ബോൾ വേൾഡ് ചാമ്പ്യൻഷിപ്പിന് കാക്കനാട് യുണൈറ്റഡ് സ്പോർട്സ് സെന്ററിൽ തുടക്കമായി. ഇന്ത്യയ്ക്ക് പുറമെ ബ്രസീൽ, അർജന്റീന, ഇംഗ്ലണ്ട്, പോളണ്ട്, തുർക്കി, കാനഡ, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ചാമ്പ്യൻഷിപ്പ് ഈ മാസം 11-ന് സമാപിക്കും. ശിശുദിനാഘോഷത്തോടനുബന്ധിച്ച് സംസ്ഥാന ശിശുക്ഷേമ സമിതി കുട്ടികൾക്കായി കലാസാഹിത്യ മത്സരം വർണ്ണോത്സവം സംഘടിപ്പിക്കും. ഈ മാസം 8 മുതൽ 20 വരെയാണ് മത്സരം. നഴ്സറി, അങ്കണവാടി കലോത്സവം 20-ന് നടക്കും. പ്രധാന അധ്യാപകന്റെ സാക്ഷ്യപ്പെടുത്തലോടെ 8-ന് മുൻപ് അപേക്ഷിക്കണം. സംസ്ഥാന ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് നാളെ കുന്നംകുളത്ത് ആരംഭിക്കും. ലീഗ് കം നോട്ടൌട്ട് അടിസ്ഥാനത്തിൽ നടക്കുന്ന ടൂർണമെന്റിൽ പുരുഷ വിഭാഗത്തിൽ 14 ടീമുകളും വനിതാ വിഭാഗത്തിൽ 12 ടീമുകളും പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു 3 ദിവസത്തെ സന്ദർശനത്തിനായി ഈ മാസം 22-ന് കേരളത്തിലെത്തും. ശബരിമല ക്ഷേത്രത്തിൽ ദർശനം നടത്തും. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ശബരിമല വിഷയത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച ഹൈക്കോടതി വിധി സ്വാഗതം ചെയ്യുന്നതായി മന്ത്രി VN വാസവൻ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് മറ്റന്നാൾ മുതൽ മഴ ശക്തി പ്രാപിക്കും. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐക്യത്തോടെ അതുല്യമായി എന്ന സന്ദേശവുമായി ഇന്ന് ലോക സെറിബ്രൽ പാൾസി ദിനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.